ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5-6 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ വളരെ നൈസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു 2-3 ബീൻസ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയുടെ ഒപ്പം ബീൻസ് നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്നത് സവാളയൊക്കെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ 1 കപ്പ് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. എന്നിട്ട് എല്ലാം കൂടി എല്ലാം കൂടി സെറ്റ് ആകാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇതുപോലെ തന്നെ അമർത്തി വെക്കാം. 1 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നമ്മൾ വേവിച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കുക. ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ തന്നെ ഉടഞ്ഞ് കിട്ടണം. ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അപ്പോൾ എല്ലാം കൂടി നല്ല കുഴഞ്ഞ് വരും. ഇതേപോലെ നല്ല കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്ത് ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. സ്ലോവിൽ പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ടത് നൈസായി കിട്ടും. ചപ്പാത്തി പോലെ നല്ല നൈസായി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കണം. കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇത്തിരി വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം എല്ലായിടത്തും ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. നന്നായിട്ട് ഒതുക്കി ചുരുട്ടണം. എന്നിട്ട് സൈഡും കൂടി ഇതേപോലെ വെള്ളം നനച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ചുരുട്ടിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് ഇതേപോലെ മുട്ടയുടെ ബാറ്ററിൽ 2 സൈഡും മുക്കുക. എന്നിട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയാണ് അതിനകത്തൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് നമ്മൾ മുട്ട മുക്കുന്നത് കൊണ്ട് ഇത് പൊട്ടിപ്പോകില്ല. നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരുന്നോളും. പുറത്തേക്കൊന്നും ചാടിപ്പോകില്ല നമ്മുടെ ഫില്ലിങ്. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒന്ന് മറിച്ചും തിരിച്ചും നോക്കിയിട്ട് നന്നായിട്ടൊന്ന്
ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്, നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. അപ്പോൾ സേമിയൊക്കെ നമ്മളൊന്ന് സൈഡിലൊക്കെ വിട്ടേക്കണോണ്ട് എല്ലാം കൂടി ഒന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ എല്ലാം കൂടി നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഉള്ളിൽ നമ്മൾ മസാലയും വെച്ചിട്ടുണ്ട്, പുറത്ത് ഇതേപോലെ സേമിയൊക്കെ ഒഴിച്ച് നല്ല ക്രഞ്ചിനെസ്സായിട്ട് നമുക്ക് നല്ലൊരു പലഹാരമാണ്. അപ്പോൾ വൈകിട്ട് കുട്ടികളൊക്കെ ക്ലാസ് വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ എന്തായാലും കഴിച്ചോളും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ഫില്ലിങ്ങാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പുറമേ നല്ല കടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.